നമസ്കാരം. വയനാട് മേപ്പാടി കള്ളാടിയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്തിന് സമീപം മീനാക്ഷി പാലത്തിനടുത്ത് കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ വർദ്ധിക്കുന്നു. 4 പേർ മരിച്ചതായാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായി സംശയിക്കുന്നു. രക്ഷപ്പെട്ട 6 പേർ മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നു. കുറച്ചുപേരെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയതായും വിവരങ്ങളുണ്ട്. ഹീരാകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് ഠാക്കൂർ, രജനീഷ്, തന്മയ് ഘോഷ്, ജയ, കുഞ്ചു, മേപ്പാടി എസ് ഐ സന്തോഷ് കുമാർ എന്നിവരടക്കം ചികിത്സയിലുണ്ട്. സന്തോഷ് കുമാർ രക്ഷാപ്രവർത്തനത്തിന് വരുന്നതിനിടെ അദ്ദേഹത്തിന് അപകടം സംഭവിച്ചതാണ്. എന്തായാലും ഇതിനിടെ മണ്ണിടിച്ചിലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മീനാക്ഷി പാലത്തിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മണ്ണിടിഞ്ഞ് ശക്തമായി താഴേക്ക് പതിക്കുന്നതിന്റെയും അതിന്റെ ആഘാതത്തിൽ പാലം കടന്ന് മണ്ണും വെള്ളവും കുതിച്ചു വരുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. പാലത്തിന് സമീപത്തുള്ള കടയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അപകടത്തിന്റെ രൂക്ഷത വെളിവാക്കുന്നതാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. വാഹനങ്ങൾ അടക്കം മണ്ണിനും ചെളിക്കുമൊപ്പം തെന്നി വരുന്നതും അതൊരു ടാങ്കർ ലോറി ഉൾപ്പെടെയുള്ളതാണ്. എത്ര ഭീകരമായ തീവ്രതയിലാണ് ആ മണ്ണ് വന്നതെന്ന് മനസ്സിലാക്കാൻ ആ ടാങ്കർ ലോറിയൊപ്പം നിയന്ത്രണം നഷ്ടപ്പെട്ട് തെന്നി വരുന്നത് കാണാൻ സാധിക്കും. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നിരവധി ആളുകളെയും ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. മണ്ണിനൊപ്പം ചിലർ ഒഴുകി നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് കുന്നിടിച്ചിലുണ്ടാവുകയും തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി അശാസ്ത്രീയമായി മാറ്റിയിട്ടിരുന്ന മണ്ണും വലിയ കോൺക്രീറ്റ് ഭിത്തിയും തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. 24 മണിക്കൂറിനിടെ 265 മില്ലിമീറ്റർ മഴയാണ് ഈ പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. കുന്നിന്റെ മുകളിൽ നിന്നുള്ള ചെളിവെള്ളവും മണ്ണും കുതിച്ചൊഴുകി വന്ന് റോഡിലേക്കും സമീപത്തെ പുഴയിലേക്കും പതിക്കുകയായിരുന്നു. മരിച്ചവരിൽ 3 അതിഥി തൊഴിലാളികളാണെന്നാണ് വിവരം. 6ഓളം പേരെ കാണാതായിട്ടുണ്ടെന്നും ഇവർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട്. എന്നാലും മണ്ണിടിച്ചിൽ ഒരു വീടും പള്ളിയും ഒരു ബസ് സ്റ്റോപ്പും പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. കുന്നിൻ മുകളിൽ നിന്നുള്ള ചെളിവെള്ളത്തിന്റെ ഗതി തിരിച്ചുവിടാൻ നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്ന 3 ഹിറ്റാച്ചികളും 10ഓളം തൊഴിലാളികളും ഉൾപ്പെടെയാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. റോഡിലുണ്ടായിരുന്ന യാത്രക്കാരും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെടുന്നുണ്ട്. ഈ ദുരന്തം നടക്കുന്ന സമയത്ത് എത്ര പേര് ഈ പരിസര പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് തന്നെ 10ലധികം ആളുകൾ എന്തായാലും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന കാര്യം അത് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് മഴയൊന്ന് മാറി നിന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വെല്ലുവിളികൾ കുറയുന്നു എന്ന് പറയാം. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മഴ തുടരാം. അത്തരമൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ദുരന്തത്തെ തുടർന്ന് പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമായ മീനാക്ഷി പാലം പൂർണ്ണമായും മണ്ണ് മൂടിയ നിലയിലാണ്. പാലം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അപകടാവസ്ഥയിലായതോടെ പ്രദേശത്തെ യാത്രാ സംവിധാനവും പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ മേപ്പാടി ടൗണിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളും പാലത്തിനപ്പുറമുള്ളവരുടെ രക്ഷിതാക്കളും അധ്യാപകരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാകാതെ വലിയ ആശങ്കയിലാണ്. സുരക്ഷ മുൻനിർത്തി പാലത്തിന് താഴെയുള്ള കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റി പാർപ്പിച്ചു. തുരങ്കപാത നിർമ്മാണത്തിനായി എടുത്ത മണ്ണ് അശാസ്ത്രീയമായി കൂട്ടിയിട്ടതാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമായതെന്ന് മുഖ്യമന്ത്രി VD സതീശനും മന്ത്രി T സിദ്ദിഖും വ്യക്തമാക്കുന്നുണ്ട്.